സ്ത്രീകളുടെ അവകാശങ്ങൾക്കുള്ള ആൾരൂപമായി പ്രണയത്തിൻ്റെ അപ്രസാക്ഷിയായി ഇന്നും കാഞ്ചനമാലയമ്മ ജീവിച്ചിരിക്കുന്നു. ഇന്നും കാത്തിരിപ്പിലൂടെ അമ്മ തൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്തിരിക്കുകയാണ്. അമ്മേ, പ്രണയം എന്ന മൂന്നക്ഷരത്തെ സിമ്പലാക്കാൻ താല്പര്യമില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഉള്ളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രണയത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ യുവജനങ്ങളുടെ ബോധാവബോധത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് ഒന്നാമത് ശബ്ദമല്ല, രണ്ടാമത് കഴിഞ്ഞ തലമുറേൻ്റെ മാതിരിയല്ലല്ലോ ഞാൻ വളർന്ന്, അതുപോലെ അടുത്ത തലമുറ അതിൻ്റേതായ വ്യത്യസ്തതയുണ്ടാവും. എന്നാലും പ്രണയത്തിനൊരു കാതലുണ്ടാവുമല്ലോ. പ്രണയം എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ വികാരമാണ്, അത് കാമോദ്ദീപമായിട്ടുള്ള ഒരവസ്ഥയല്ല. മാംസനിബദ്ധമല്ല അനുരാഗം എന്നാണോ അമ്മ ഉദ്ദേശിച്ചത്? ഓക്കെ, നിബദ്ധമല്ല അനുരാഗം. അതെ, അതൊരിക്കലും നശിക്കുന്നില്ല. പക്ഷെ മറ്റേ നശിച്ചു പോകും, വേറെ ഒന്ന് കാണുമ്പോൾ അങ്ങോട്ട് ചാടി അങ്ങനെ നശിച്ചു. അത് എൻ്റെ അനുഭവമാണ്, മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനോ പറ്റില്ല. പിന്നെ നിങ്ങളിതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ദുഃഖം വരിക, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ വീഡിയോന് നിൽക്കും. പക്ഷേ എത്രയോ ആളുകൾ ചിലത് കാണാതെ വീഡിയോ എടുക്കുക, കണ്ട് വീഡിയോ എടുക്കുക, ബഹളം ഉണ്ടാക്കുന്ന ആളാണോ ഞാൻ അമ്മേനെ ഇതുകൊണ്ട് സമക്ഷത്തിൽ കാണിച്ചിട്ട് എന്നെ സമൂഹത്തിന് മുമ്പിൽ നിർത്തരുത്. അമ്മ സമൂഹത്തിന് മുമ്പിൽ അമ്മയാണ് നിൽക്കേണ്ടത്. കാരണം അമ്മയെ പോലെ ഒരു വ്യക്തി ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ? ചൂണ്ടിക്കാണിക്കാൻ ഓരോരുത്തരും ഓരോ വിധത്തില്ലേ. മഹാത്മജിയാവോ, ജവഹർലാൽ നെഹ്റു? അല്ലമ്മേ, പ്രണയമാണ്. പ്രണയം വിശുദ്ധമായ ഒരു സംഗീതം പോലെയല്ലേ പ്രണയം? മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് പ്രണയം എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓരോ വ്യക്തികളുടെയും മരണത്തിലേക്കുള്ള യാത്രയാണ്. ശരിക്കും മരണമല്ലേ യഥാർത്ഥ പ്രണയം? അമ്മയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? മരണമാണ് യഥാർത്ഥ പ്രണയം എന്ന് എനിക്ക്. നമ്മൾ പ്രണയിക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു നാശമാണ്. പ്രണയം ഒരിക്കലും നശിക്കുന്നില്ല, മരിച്ചാലും നശിക്കുന്നില്ല. പക്ഷേ അല്ലമ്മേ, ആ മരണം എന്ന് പറയുന്നത് നാശമാണെങ്കിലും മരണത്തിലൂടെ പ്രണയങ്ങൾ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? മരണം മനുഷ്യനുള്ളതാണ്, പക്ഷെ ഒരു ചിന്താധാരയ്ക്ക് മരണമുണ്ടോ? അതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണമില്ല. ഓക്കെ അമ്മേ. പിന്നെ ഇപ്പോഴുള്ള മൊയ്തീൻ്റെ മണമുള്ള സേവാ മന്ദിറിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളും ആ പ്രവർത്തന രീതികളും ചുരുങ്ങിയ വാക്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ഇതും അതില്ല. മൊയ്തീൻ ജനിച്ച വീടല്ല, വളർന്ന വീടല്ല, അവസാനം ജീവിച്ച വീടുമല്ല അത്. അതുകൊണ്ട് മൊയ്തീൻ്റെ മണമല്ല ഉള്ളത്, മൊയ്തീൻ്റെ ഓർമ്മയ്ക്കുള്ള ഒരു കെട്ടിടം, സ്മരണയാണ്, സ്മാരക മന്ദിരം അങ്ങനെ. ഓ, അത് ശരി. ഓക്കെ. കാരണം മൊയ്തീൻ മരിച്ച വീട് ജനിച്ച വീടൊന്നില്ല, അതൊരു കൊട്ടാരം വേറെ ആയിപ്പോയി. രണ്ടാമതും മൊയ്തീൻ വളർന്ന് 2 നിലയുള്ള വരാന്തയൊക്കെയുള്ള വലിയ വീട്ടിലായിരുന്നു, അതും പിന്നെ ഇന്നില്ല. പിന്നെ ഉള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു സ്മാരകം മാത്രം. ആ സ്മാരകത്തിൽ സ്നേഹിക്കുന്നവർ. ലൈബ്രറി ഇപ്പോഴും ഉണ്ടോ അമ്മ അവിടെ? ലൈബ്രറി BP മൊയ്തീൻ ലൈബ്രറി, അത് ഞങ്ങൾ മൊയ്തീൻ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അനിത ചിൽഡ്രൻസ് ക്ലബ്ബ്, നേതാജിൻ്റെ പല വിഭാഗത്തിലുള്ള, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ, നേതാജിൻ്റെ പേരിൽ, നേതാജി ആയിരുന്നു മൂപ്പരെ ആരാധന. അത് കൊണ്ട് നടക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഒരു മോൻ, അതായത് നമ്മളെ അവിടെ കാണാം, നമ്മളെ ലൈബ്രറിയിൽ ഒരു നരച്ച തടിയുള്ള ഷർട്ട് ഇടാത്ത ഒരാൾ, രാജനാണ്. അവനാണ് നിർബന്ധം, മാനുക്കാക്കൻ്റെ പേരിൽ പരിപാടി വേണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം സിനിമ ഉണ്ടെങ്കിൽ വിചാരിക്കും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ 86-ലാണ് അവിടെ എത്തുന്നത്. മൊയ്തീൻ 82-ൽ മരിച്ചു. ഞാൻ പിന്നെ 82-ൽ തന്നെ ഏട്ടനെ പിടിച്ച് ഇത് കൊറ്റങ്ങൽ ക്ലേവക്സ് തുടങ്ങി, അതിൽ കൊണ്ടാക്കി, അതിൻ്റെ മാനേജറാക്കി, മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ, ഏട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എൻ്റെ അമ്മ തുടങ്ങി എല്ലാവരും എൻ്റെ കൂടെ തന്നെയാണ്, രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമങ്ങളായിരുന്നു. പക്ഷേ അവനാണ് പറഞ്ഞത്, മൊയ്തീൻ്റെ സ്മാരകത്തിൻ്റെ ആള് മണാമ്പുറത്ത് രാജൻ എന്ന് പറഞ്ഞ ചെറിയ അന്ന് ചെറുപ്പക്കാരനാണ്, മൊയ്തീനുകളൊക്കെ ചെറുപ്പമാണ്. മാനുക്കാക്കൻ്റെ പേരിൽ വേണം എന്ന് നിർബന്ധം പിടിച്ച്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അവിടെ മുക്കത്തില്ലാത്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് പിന്നെ ഇല്ലാത്തത് നഴ്സറി സ്കൂളില്ല അന്ന്. അപ്പം നഴ്സറി സ്കൂളിന് എന്താ വേണ്ടത്?
ഡെസ്ക് ബെഞ്ചൊക്കെ വേണമല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടന് പൈസേൻ്റെ നോട്ടില്ലാത്ത ഏട്ടന്, എൻ്റെ മൂന്നാമത്തെ ഏട്ടൻ ശ്രീനിവാസൻ, ഏട്ടൻ പറഞ്ഞു അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ കൊടുക്കാൻ. അപ്പോൾ ഡെസ്കും ബെഞ്ചും ഉണ്ടാക്കാനുള്ള പണം കൊടുത്തു. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഒരു കണ്ടോളാന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, ഉമ്മേനോട് നീ ഒരു ഔട്ട് ഹൗസ് പോലെ അതായത് ഈ വീടിന് അപ്സ്റ്റെയർ എടുത്തത് മൊയ്തീനാണ്. അപ്പോൾ ആ സമയത്ത് ഉമ്മയും മോനും താമസിക്കാൻ വേണ്ടി ഒരു റൂം ശരിയാക്കി. ആ ഒരു ഹോള് പോലത്തെ കുറച്ചൊരു ചെറിയ ശരിയാണ്, അത് തരാൻ ഉമ്മേനോടൊന്ന് ചോദിക്കണം, സമ്മതം ചോദിക്കണം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പിന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുട്ടികൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വളരെ മനസ്ഥിതിയോടുകൂടി അമ്മ പറഞ്ഞു. അതേ അമ്മയാണ് വർഷങ്ങൾക്ക് മുമ്പ് മൊയ്തീൻ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, മൊയ്തീൻ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പിന്നെ മരണാനന്തര ബഹുമതി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഒരു 5 സെൻറ്റ് ഭൂമി തരണം. ആ ഭൂമി മുഴുവൻ ഉമ്മേൻ്റെ പേരിലുള്ള 5 സെൻറ്റ് ഭൂമി തരണം. പിന്നെ ഒരു ലൈബ്രറി തുടങ്ങാനാണ് മൊയ്തീൻ്റെ പേരിലെന്ന്. അപ്പോൾ പെട്ടെന്ന് ഉമ്മ ചോദിച്ച്, ഓൻ്റെ ഒരു പിന്നെ ഫോട്ടോ നിങ്ങൾ പഞ്ചായത്ത് തൂക്കിയണോ ചോദിച്ചു. അത് പഞ്ചായത്താണ്. ഒറ്റ ചോദ്യം ഉമ്മ ചോദിച്ചത്. അവൻ്റെ ഫോട്ടോകളും പഞ്ചായത്ത് തൂക്കിയണോ. ഓനെ ഞാൻ ഓൻ്റെ അമ്മയാണ്, എന്നെ എപ്പോഴെങ്കിലും വന്നൊന്ന് ആശ്വസിപ്പിച്ചോ. അടിച്ച ചോദ്യമാണ്. ഭയങ്കര ബുദ്ധിശാലിയാണ്, മൂർച്ചയുള്ള ചോദ്യം. ഒരു വലിയ പ്രഗത്ഭൻ്റെ മോളാണ്, ആ ബുദ്ധി മൂക്കുണ്ട്. അപ്പം പിന്നെ ഓർക്കൊന്നും പറയില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. തരൂല എന്ന് പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് വരെ എന്നെ വിളിച്ചിട്ട് എൻ്റെ മരണാനന്തര ബഹുമതി തന്ന്. എനിക്ക് ഡൽഹിയിൽ പോകാൻ വിഷമമായതുകൊണ്ട് പറഞ്ഞ് ടീയൊക്കെ ഒരു തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡൽഹിയിൽ യാത്ര ചെയ്യാൻ വിഷമമുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി കരുണാകരനാണ് എനിക്കത് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരോട് പ്രസംഗിച്ച് അവർ തിരിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ആളാണ് എന്നോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവനാണ് രാജനാണ്. ആ രാജൻ ആദ്യം നഴ്സറി സ്കൂൾ തുടങ്ങി. പിറ്റേ ദിവസം കോൺവെൻ്റ് ഉണ്ട് അവിടെ, കാർമൽ കോൺവെൻ്റ് നഴ്സറി സ്കൂൾ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ പഠിച്ച നഴ്സറി സ്കൂൾ അതാണ്. കോൺവെൻറ്റിലെ നഴ്സറി സ്കൂൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നഴ്സറി സ്കൂൾ ആ കോൺവെൻ്റ് വരില്ല, വെറുതെ നമ്മൾ ഫീസ് കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കണം. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാനാണ് നിർദ്ദേശിച്ചത് കുട്ടികൾക്കൊരു ലൈബ്രറി. കുട്ടികൾക്കൊരു ലൈബ്രറി. അങ്ങനെ അപ്പോൾ ഇവർക്ക് ലൈബ്രറിയെ പറ്റിയ വലിയ ഐഡിയ ഇല്ല. ഓടി എം കാരശ്ശേരിൻ്റെ അടുത്ത്, ഇവര് നഴ്സറിക്ക് ഇവർ പേരിട്ട് BP മൊയ്തീൻ മെമ്മോറിയൽ നഴ്സറിയാണ്. അപ്പം എം കാരശ്ശേരി അവരോട് പറഞ്ഞ്, മൊയ്തീൻ മരിച്ചിട്ടില്ല, നിങ്ങൾ പിന്നെ മെമ്മോറിയൽ ഒന്നും ആക്കണ്ട, BP മൊയ്തീൻ ലൈബ്രറി എന്നിട്ടാൽ മതി. ലൈബ്രറി കുട്ടികളും വലിയ ഒന്നും പേരില്ല, BP മൊയ്തീൻ ലൈബ്രറി, ആ പേരാണ് ഇന്നുള്ളത്. ശരി അമ്മേ. പിന്നെ ഒരു കാരശ്ശേരി അതിൻ്റെ ചീഫ് പേട്രനാണ്. അമ്മയുടെ കയ്യിലെ ഈ മോതിരം ഒരു മുദ്രാങ്കുലീയമാണോ? ആ മോതിരം എന്നോ വർഷങ്ങൾക്ക് മുമ്പ് അടിഞ്ഞതാണ്. അതല്ല, അത് പൊട്ടി വീണ്ടും. ഇതല്ല ഞാൻ ചോദിച്ചു, അപ്പുറത്തേത്. ഇതോ? ഇതിപ്പോ ഈയിടെ ഞങ്ങളൊരു കസിൻ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, അവളെ ഭർത്താവ് മരിച്ചു പോയി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഞങ്ങൾ പോയി, അങ്ങോട്ട് പോയി അവളെടുത്ത്. അവള് ഒരു പ്രത്യേകത ഇങ്ങനെ ദൈവികത. ഭർത്താവ് ശരിക്ക് അവളെ ഉപേക്ഷിക്കേണ്ടതാണ്, പക്ഷെ അയാൾക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം 10 ജീവിതേ പറ്റൂല. അത് അവൾ വിചാരിച്ചില്ല. അവളും കല്യാണം കഴിച്ചതല്ലേ, കല്യാണം കഴിച്ചു പോയത്. പെട്ടെന്ന് അവൾ ഭർത്താവ് ഇങ്ങനെ റൂമിലേക്ക് വന്ന് അവൾ തുടങ്ങും, പെട്ടെന്ന് ഒരു വൈറ്റ്, അവള് പറയുന്നത് മാനസികമായിരിക്കും, വൈറ്റ് പിന്നെ എടുത്ത ഒരു സ്ത്രീ, വൈറ്റ് ഡ്രസ്സ് എടുത്ത ഒരു സ്ത്രീ അരുത് എന്ന് കാണിച്ചു. അപ്പോൾ അവള് പിന്നെ ഭർത്താവിനെ തൊട്ടില്ല, ഇത് ഭക്ഷണമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഒരേ വീട്ടിൽ. അപ്പോൾ ആൾക്കാർ പിന്നെ പറയണത് എന്താ വെച്ചാൽ, ഇവരെ വളരെ പ്രത്യേക ദൈവിക ചിന്തയുണ്ട്. അവിടെ ചില ഇതില്ലേ അമ്പലങ്ങളിൽ ഇവളെ കൊണ്ടുപോയി പ്രശ്നം പറയിപ്പിക്കും. ആത്മീയതയിലേക്ക് മാറിയെന്ന് പ്രശ്നം പറയാൻ പറ്റുമോ? അങ്ങനെ നിങ്ങളെന്ത് കുട്ടികളെ കല്യാണം എപ്പോഴുണ്ടാകും അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവള് പറയണത് സത്യമായിട്ട് വരും. അപ്പം അങ്ങനെ അപ്പം ഭർത്താവ് പറഞ്ഞു, ഇത് വലിയൊരു അബദ്ധം, ഇവിടുന്ന് തന്നെ പ്രശ്നം പറയാൻ തുടങ്ങിക്കോന്ന് പറഞ്ഞേ, അമ്പലത്തിൽ പോയി കുത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞേ. അങ്ങനെ വീട്ടിൽ
ചൊവ്വയും വെള്ളിയായിരുന്നു. പിന്നെ ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള നായ്ക്കളെ, ജീവികളെ, പൂച്ച, നായ എന്നൊക്കെ പറഞ്ഞ ജീവികളെ, എത്ര നായ്ക്കളെ പറ്റുന്നത്. പിന്നെ ഷൊർണൂർ സ്ഥലത്തെടുത്ത്, ടൗണാണല്ലോ. അപ്പോൾ ഒരു പശു ട്രെയിനിന് തട്ടി മരിച്ച്. അപ്പം ചത്ത്. അപ്പം അതിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുട്ടി, പെൺകുട്ടിയാണ്, എന്താ പശുക്കുട്ടിയാണ്. പശുക്കുട്ടീനെ ഇവർ അറക്കാൻ കൊണ്ടുപോകുക. എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഇവള് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുക. അപ്പം പറഞ്ഞ് അത് പിന്നെ അറക്കാൻ വേണ്ടി, അറക്കാനോന്ന് ചോദിച്ചു. അറക്കേണ്ടത് എത്രയോ പൈസ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് പൈസ എടുത്തിട്ടുള്ളൂ, വാങ്ങിച്ചു. അതിനെ വാങ്ങി, അതിനെ കെട്ടാൻ അടസലല്ല, അതിന് വേറെ ഒരു ആൾക്കാരോട് പറഞ്ഞിട്ട് അവിടെ താമസിച്ചു. പിന്നെ ഒരു ഷൊർണൂരിക്ക് മാറി. പഠിക്കാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല, നല്ലോണം പാടും, എല്ലാ ഇൻസ്ട്രുമെൻറ്റും പഠിച്ചു. ഒരു പ്രത്യേക ജീവിത. ഇത് ഇപ്രാവശ്യം തന്നതാണ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നതാണ്. ഓ, അത് ശരി ശരി ശരി. ഓക്കെ. ഓമാണ്. ഓക്കെ, ഓമാണ്. ഓ, എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവൾക്ക്.